എല്ലാ ദിവസവും ഞാനും ചേട്ടനും കൂടി നടക്കാൻ പോയി വന്ന് അടുക്കളയിലോട്ട് കയറി വരുവുണ്ട്. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് ഓർത്ത്. അങ്ങനെ തേങ്ങ ചിരണ്ടി ഗോതമ്പൂട്ടാണ് തേങ്ങ ഉണ്ടാക്കണത്. എനിക്കാണെങ്കിൽ തേങ്ങയ്ക്ക് ഇഷ്ടം പോലെ പുട്ടിടണം തോന്നുന്നു. പുട്ടിന് എനിക്ക് തേങ്ങ ഇഷ്ടം പോലെ ഇടണം. തേങ്ങക്കണ എന്താ വില അല്ലേ? അങ്ങനെ തേങ്ങ ചിരണ്ടി ഞാൻ പുട്ടുകൂടം ഗ്യാസിൽ വെക്കുവാണ് കേട്ടോ. എൻ്റെ മോനാണ് 8 മണിക്ക് പോകണം. ടിഫിനും കൊണ്ടുപോകണം അവന്. അങ്ങനെ ഞാൻ ഗോതമ്പ് പൊടി നനക്കാൻ പോവുക. പക്ഷെ ഗോതമ്പ് പൊടി പുട്ടുണ്ടാക്കണേ ഭയങ്കര പ്രയാസമല്ലേ, വെള്ളം കൂടിയാൽ കട്ടയിപ്പോവും. സൂക്ഷിച്ച് നനച്ചില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ തേങ്ങ ഇടണം കേട്ടോ. എനിക്ക് പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ ഇടക്കിടക്ക് ഇടണം. പുട്ട് വേവിക്കാൻ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഇഷ്ടംപോലെ പാത്രം ഉണ്ട് കഴുകാൻ. ഇവനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാത്രമൊക്കെ കഴുകാൻ. ഞാൻ അതിൽ നിന്ന് ഒരു ചായ കുടിച്ചൊരു ഗ്ലാസ് കഴുകിയെടുത്ത്. അങ്ങനെ പുട്ട് കുത്തുവാണ് കേട്ടോ ഞാൻ. പക്ഷേ എന്ത് വേണ്ട, പുട്ട് കുത്തി വന്നപ്പോൾ കുറച്ചേ ഉള്ളു. അവൻ പറഞ്ഞാൽ അത് മതിയെന്ന് പറഞ്ഞു. കടലൊക്കെ ഒലത്തിയതാണ് കേട്ടോ ഞാൻ. കടലക്കറി എപ്പോഴും വെക്കുന്നത്. കടല ഒലത്തിയത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അങ്ങനെ കടലൊക്കെ ഒലത്തിയത് ഇട്ട് അവന് കൊടുത്തിട്ട് വേണം അടുത്ത പണി. അവന് ഞാൻ ഒരു ഗ്ലാസ് പാൽ കൊടുക്കും, ഹോർലിക്സ് ഇട്ട്. ഹോർലിക്സ് ഇപ്പം ഞങ്ങളിങ്ങനെ 5 രൂപയുടെ പാക്കറ്റാണ് വാങ്ങിക്കണത്. ബോട്ടിൽ നഷ്ടമാണ്. അപ്പോൾ ഇതാണ്ട ലാഭം. ഞാൻ ഇനി ഇത് അവനോട് കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ അവൻ്റെ ടിഫിൻ്റെ പാത്രം കഴുകിയെടുക്കണം കേട്ടെ. കഴുകി ചോറിട്ട് പിന്നെ അവന് കടലക്കൊലത്തതാണ് കേട്ടോ കറി. അത് അവന് കടലക്കൊലത്ത് ഭയങ്കര ഇഷ്ടമാണ്, അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്യാരറ്റ് തോരനില്ലേ അതും കൂടി ഉണ്ടാക്കി. അങ്ങനെ ടിഫിൻ്റെ പണി കഴിഞ്ഞ് ഞാനിത് അവന് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ അവനെ പറഞ്ഞു വിട്ട്. ഇനി ഞാൻ അടുക്കളയോട്ട് കയറിയിട്ട് അടുത്ത പണി ഇനി ക്ലീനിങ്ങാണ്. ഉണ്ടോ? അടുക്കളയിൽ നമുക്ക് എന്തോരം ജോലിയാണ്. എല്ലാവരും ചോദിക്കണത് എന്താണ്, നമ്മുടെ ഭർത്താക്കന്മാരും മക്കളും ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾക്കിവിടെ എന്താ പണി അല്ലേ? അടുക്കളപ്പണി എന്തോരം കൊടുത്താലും ആരും ഒരു വിലയും കൽപ്പിക്കില്ല, കാണേയില്ല.
അതിൻ്റെ ഇടയിൽ കൂടി ഇനി പുട്ടുണ്ടാക്കാനാണ് കേട്ടോ. എനിക്കും ചേട്ടൻ്റെ ഇനി പുട്ട് വേണ്ടേ. അതിനിടയിൽ കൂടി ബാക്കിയുള്ള പുട്ടിൻ്റെ പൊടി ഞാൻ കണയിൽ വാരിയിട്ട് അത് ഞാൻ വേവിക്കാൻ വെച്ച്. കഴുകി വേസ്റ്റൊക്കെ കൊണ്ടുപോയി പുറത്തിട്ട് നമ്മൾ ഈ അടുക്കളയിൽ ജോലി എടുക്കണത് എല്ലാവരും അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല. അവർ ചോദിക്കണത് എന്താണ് ഇവിടെ ഇത്ര പണിയെന്നല്ലേ ചോദിക്കണത്. അതാ പാത്രം കഴുകിയാലും തീരുമോ നമുക്ക്? അതുമില്ല. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഏതാണ്ട് അവസാനിക്കാറായിട്ടോ. ഈ ലാസ്റ്റത്തെ പണിയാണ് സിങ്ക് ക്ലീൻ ചെയ്യൽ. അഞ്ച് മണിക്ക് ഞാൻ എണീറ്റ് നടക്കാൻ പോയി വന്നിട്ട് കയറിയതാണ് അടുക്കളയിൽ. എനിക്കൊന്നൊരു ഇത്തിരി നേരം ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നിന്നിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ തീർന്ന് സിങ്കൊക്കെ കഴുകി.